ഹലോ, ഇന്ന് ഒരു ഫിഷ് ബിരിയാണിയാണ്. പിന്നെ അതിൻ്റെ കൂടെ കാന്താരി മുളകും നല്ല പച്ച കുരുമുളകും ചേർത്താലോ. അതായത് ചാക്കിൽ നല്ല മിൻറ്റ് നട്ടിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ ബിരിയാണിക്ക് പറിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ഫിഷ് ബിരിയാണിയുടെ ലെയറായിട്ട് ഇടാനായിട്ട് നമുക്ക് കുറേശ്ശെ മിൻറ്റിനെ പറിച്ചെടുക്കാം. ഉണ്ടോ, നല്ല ഫ്രഷ് മിൻറ്റ്. പിന്നെ ഇതേ നല്ല കാന്താരി മുളകും ഉണ്ട്. നമ്മൾ കാന്താരി മുളക് ഫിഷ് ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഉണ്ടോ, ഇത് നമ്മൾ അരി വേവിക്കാനായിട്ട് ഇടുന്ന ബിരിയാണി ലീവ്സാണ്. അത് നമുക്കെടുക്കാം. ഇതെല്ലാം പറമ്പിലാണ്. കണ്ടോ, എനിക്കത് ഇത്രയും കാന്താരി മുളക് കിട്ടി. ഇതാണ് നമ്മൾ ദം ചെയ്യുമ്പം ആ ഫിഷ് ബിരിയാണിയിൽ ഇടുന്നത്. ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ടായ സാധനങ്ങളും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് ഞാനൊരു 500 ഗ്രാംസ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാലയാണ് പ്രത്യേക മസാല. അതിന് ഞാൻ ചേർക്കുന്നത് ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചെറിയ കഷ്ണം ഇഞ്ചി, കാന്താരിമുളക് ഒരു 10 എണ്ണം, പച്ചക്കുരുമുളകിൻ്റെ 3 തണ്ട്, പിന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പ്, പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ വേണം. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് ആദ്യം മെയിനിലൊന്ന് പരട്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ ആ അരപ്പ് കണ്ടോ നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മതിയാവും ഈ ഫിഷിൽ പരട്ടി വെക്കാനായിട്ട്. ബാക്കി നമുക്ക് അരപ്പായിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് പരട്ടി നമുക്ക് ഒരു 30 മിനിറ്റ് ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം ഈ അരപ്പ്. അധികം അരപ്പ് വേണ്ട. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് അരപ്പ് ഇപ്പോൾ പരട്ടിയാൽ മതി. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പരട്ടാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് റൈസ് വേണ്ടേ? ഇപ്പോൾ റൈസ് ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വേവിക്കാനായിട്ട് 1.5 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാനൊരു 3 ഗ്ലാസ് വെള്ളം, പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ലീവ്സ്, ബിരിയാണി ലീവ്സ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് റൈസിലൊക്കെ നല്ല നെയ്യുടെ ഫ്ലേവർ വരും. പിന്നെ ഉപ്പ് വേണമല്ലോ, നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. എന്നിട്ട് വേണം ഇതിനകത്ത് നമ്മൾ കുതിർത്ത് വെച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഇട്ട് റൈസ് ഞാൻ 1.5 ഗ്ലാസ് റൈസ് കുതിർത്ത് ഒരു 30 മിനിറ്റ് കുതിർത്ത് സ്ട്രെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഒരു പാൻ ഇപ്പുറത്ത് അടുപ്പത്ത് ചൂടാക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും, രണ്ടും കൂടെ, നെയ്യ് തന്നെയാണെങ്കിൽ പുകഞ്ഞു പോകും. അപ്പം നമുക്ക് കുറച്ച് ഓയിലും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്ത് ഫിഷിനെ എടുക്കാനായിട്ട്. എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് അരപ്പും, ബിരിയാണിക്കുള്ള അരപ്പും മുക്കിയ ഫിഷിനെ നമുക്ക് അതിനകത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ പീസും ഇട്ട് കൊടുത്ത് 2 സൈഡും നല്ല ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. അരിയുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സ്ട്രെയിൻ ചെയ്ത് റൈസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ ബിരിയാണിക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റൈസിനെ കുക്ക് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കിട്ട് എന്നിട്ട് വേണം മൂടി വെച്ച് വേവിക്കാനായി. നമുക്ക് ഫിഷിനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു സൈഡായിട്ടുണ്ടാവും. അല്ല, ഇത് ശരിക്കും കുക്കാവത്തില്ല, മസാല കിടന്നാണ് പിന്നെ ഫുൾ കുക്കാവുന്നത്. ഈ സൈഡും ഇനി അതുപോലെ ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ ഫിഷിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റി ഞാനൊരു പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. എല്ലാ പീസിനെയും നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. 2 കഷ്ണം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ബാക്കി 2 പീസ് ഫിഷും കൂടെ വറുത്ത് അതിനകത്തോട്ട് ഇട്ടു. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് ഒണിയൻ, ഏകദേശം ഒരു 3 ഒണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. റൈസ് എന്തായി നോക്കട്ടെ. കണ്ടോ, നല്ല ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ കുക്കാവാനുണ്ട്. അത് അവിടെ കിടന്ന ചെറിയ തീ തന്നെ ഒന്ന് കുക്കാവട്ടെ. ഞാൻ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലിടാനുള്ള അണ്ടിപ്പരിപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും. ഒരുമാതിരി ബ്രൗൺ ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇതിനകത്തോട്ട് നമ്മൾ ആ മീനിൽ പറ്റി വെച്ച ആ കാന്താരി മുളകും പച്ചക്കുരുമുളകും ഒക്കെ അരച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നെയ്യിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് കൊണ്ടോ എന്തായാലും ബ്രൗൺ ആയി. ഇനി നമുക്കതിനെ ഓഫ് ചെയ്യാം. ആ ചൂടത്ത് തന്നെ ഇരുന്നത് ബ്രൗൺ ആയിക്കോളും. നമുക്ക് ബിരിയാണിയുടെ മുകളിലിട്ട് സെർവ് ചെയ്യാനായിട്ട്.
അരപ്പൊക്കെ ഇട്ടു. ആ മിക്സി കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു മീഡിയം ഹീറ്റിൽ അതൊന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ നമുക്ക് അതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 തക്കാളി ഇട്ടു. അതിൻ്റെ തിക്കായിട്ടുള്ളതൊക്കെ മാറ്റി മാറി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ തക്കാളി നമുക്ക് ഇതിനകത്ത് വഴറ്റിയെടുക്കും. ഉപ്പ് വേണമല്ലോ, നമുക്ക് അതിന് ഉപ്പിട്ട് കൊടുത്തു. ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റാവും. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും മഞ്ഞൾപ്പൊടി. നമ്മൾ ഫിഷിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് കറിയിൽ വേണം. അപ്പോൾ അതിനെ ഒന്ന് വഴറ്റിയിടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോഴാണ് ആ ഗ്രേവിയിലെല്ലാം മസാലയും ഒന്ന് യോജിപ്പിച്ച്, നമുക്കിനി ഫിഷ് ഇട്ട് കുക്ക് ചെയ്യാനും കുറച്ച് ഗ്രേവി വേണമല്ലോ, അതിനാണ് ഞാൻ വെള്ളം ആഡ് ചെയ്തത്. ഇനി നമുക്ക് ആ വറുത്ത് വെച്ച ഫിഷ് പീസസിന് ഓരോന്നോരോന്നായിട്ട് ഈ മസാലയിലോട്ട് വെച്ച് ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഫിഷ് ബിരിയാണി വേണ്ടുന്ന റെസിപ്പി വേണ്ടവർക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, കുറച്ച് സ്പൈസിയാണ്. കാന്താരി മുളകിൻ്റെയൊക്കെ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാണ്. ആ മീൻ വറുത്തതിന് കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, അതൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഫിഷ് തുറന്ന് നോക്കട്ടെ. കണ്ടോ, നമ്മുടെ ബിരിയാണിക്കുള്ള ഫിഷൊക്കെ റെഡിയായി, അത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ഈ ഗ്രേവിയിൽ നിന്ന് ഫിഷ് പീസസിനെ ഞാനൊന്ന് മാറ്റുകയാണ്. അതായത് നമുക്കതല്ലെങ്കിൽ ബിരിയാണിക്ക് ദമ്മിടുമ്പോൾ അടിവശം കുഴഞ്ഞു പോകും നമ്മൾ ഫിഷ് പീസസ് അടിയിലിട്ടാൽ. അപ്പോൾ ഞാനിപ്പോൾ ഗ്രേവി മാത്രം അടിയിലിട്ടിട്ടാണ് ദം ചെയ്യാൻ വെക്കുന്നത്. ആ ഫിഷിൻ്റെ പീസസിനെയൊക്കെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ആ ഫിഷ് മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ ആ ഗ്രേവി അടിയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ റൈസിനെ ഒന്ന് എടുത്ത് കൊടുക്കാം. ഒരു ലെയർ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുതിന ഇല, ഇതൊക്കെ ഞാൻ ഫ്രഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്, കറിയിലൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ദം ചെയ്യുന്നതിന് മാത്രം, അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ് നല്ല കാന്താരി മുളക്. അപ്പോൾ ആ കാന്താരി മുളക് ദമ്മിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ റൈസിനൊക്കെ കിട്ടും. അതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഫിഷ് പീസസിനെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റിയ ഫിഷ് പീസസിനെ ഇത് കുറച്ച് വിസ്താരമുള്ള പാത്രത്തിൽ ചെയ്യണം എപ്പോഴും ഫിഷ് ബിരിയാണി. ഒന്നിൻ്റെ മീതെ ഒന്ന് കിടക്കാത്ത വിധത്തിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഫിഷിന്. ഈ അരപ്പെല്ലാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് ബാക്കി ലെയർ റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ആ അണ്ടിപ്പരിപ്പ് നെയ്യോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറ് ഈ പാത്രത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ആ നെയ്യുടെ ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി റൈസും കൂടെ മുകളിലിട്ടിട്ട് നമുക്കതിന് ദം ചെയ്യാൻ വെക്കാം. ഇനിയിപ്പം അതിനെ ഒന്ന് പ്രസ് ചെയ്ത് ആ റൈസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. അപ്പോഴാണ് നല്ല ആവിയിലിരുന്നത് കുക്കായി കിട്ടുള്ളൂ ഒരേപോലെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലിൽ ഒരു 1/4 കപ്പ് പാലിൽ ഞാൻ കുങ്കുമപ്പൂ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തോട്ട് ആ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ വരും. ഇനി നമുക്കിതിനെ ഒരു 20 മിനിറ്റ്സ് തവയുടെ മുകളിൽ വെച്ച് അതിനെ ഗ്രില്ല് ചെയ്ത് ദം ചെയ്ത് എടുക്കാം. കാന്താരി ഫിഷ് ബിരിയാണി ഞാനൊന്ന് ദം ചെയ്ത് നല്ല ആവി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ആ സാഫ്രൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പതുക്കെ മാറ്റിയിട്ട് ഒരു ഫിഷ് പീസിനെ എടുത്തിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് റൈസ് ആദ്യം ഞാനൊരു പ്ലേറ്റിലോട്ട് ഇടുകയാണ്.
ഇനി നമുക്കതിന് ഒരു ഫിഷ് പീസിനെ എടുക്കാം. അടിയിൽ നിന്ന് നമുക്കതിൻ്റെ അരപ്പും കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കാന്താരി മുളകിൻ്റെ ഫ്ലേവർ എല്ലാം കിട്ടിക്കോളും. ഉണ്ട്, അരപ്പൊക്കെ നല്ല കുഴഞ്ഞിരിപ്പുണ്ട്. ഇനി ഞാനത് പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഹാ, നല്ല ആവി പറക്കുന്ന ഫിഷ് ബിരിയാണി റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.